അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു? എന്തോ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം നടക്കുന്നുണ്ടല്ലേ? അതെ, വേറൊന്നുമല്ല, ഞാൻ ചെറുതായിട്ടൊന്ന് നാട്ടിലോട്ട് പോയി. അത് വീട്ടിൽ ആർക്കും അറിയണ്ട. നേരെ 12 മണി കഴിഞ്ഞപ്പോൾ വീട്ടിൽ ചെന്നു. വീട്ടുകാരെയൊക്കെ വിളിച്ച് എണീപ്പിച്ചപ്പോഴാണ് അവരറിയുന്നത് ഞാൻ വീട്ടിലെത്തിയെന്ന്. ഞാൻ വന്നതിൻ്റെ നെക്സ്റ്റ് ഡേ ലഞ്ച് പുറത്തുനിന്നാക്കാമെന്ന്. അതിൻ്റെ പുറകെ വേറെ ഒരു ദുരുദ്ദേശം ഉണ്ടായിരുന്നു. കൺഗ്രാജുലേഷൻസ്. അതെ, ഇതായിരുന്നു ആ ദുരുദ്ദേശം. വീട്ടുകാർക്ക് സർപ്രൈസായിട്ട് ഒരു വണ്ടി അങ്ങ് എടുത്തു. അതിൻ്റെ സന്തോഷമായിരുന്നു പാവം മമ്മിക്ക്. പിന്നെ പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെ കണ്ട എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. ഇതൊക്കെ എൻ്റെ നോർമൽ റുട്ടീനാണ്. ഫുഡ് കഴിപ്പ്, പീക്കുവിനെ കാണൽ, ടി വി കാണൽ. രാവിലെ എണീക്കുമ്പോൾ പീക്കുവിനെ കണ്ടില്ലേ ഒരു സമാധാനക്കുറവാണ്. ഈ കാലയ്ക്കത് പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, അതൊരു ഗ്രൂപ്പിങ്ങിന് പോയതാണ്. ഞാൻ വന്നത് ആക്ച്വലി എൻ്റെ ഫാമിലിയിൽ ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു. സോ അടുത്തുള്ള ആൻറ്റിയുടെ വീട്ടിലും അമ്മ വീട്ടിലും ഒക്കെ ഒന്ന് പോയി അവരെല്ലാവർക്കും ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വെച്ചാൽ ചെന്നപ്പോൾ നല്ല അടിപൊളി ഫുഡായിരുന്നു ഞങ്ങൾ ഉണ്ടാക്കിയത്. സോ അതെല്ലാം കഴിച്ച് നേരെ ബാക്ക് ടു വീട്ടിൽ വന്നപ്പം ഹായ് അമ്മയുടെ വക വീണ്ടും ഫുഡ്. ഞാൻ വീട്ടിലെത്തി ഗായ്സ്. രാവിലത്തെ എൻ്റെ ആദ്യത്തെ പണി എണീക്കുമ്പോൾ പോയി പീക്കുവിനെ കാണാമെന്നുള്ള. ഫുഡൊക്കെ അത് കഴിഞ്ഞിട്ട് കഴിയും. കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. നല്ല മഴയത്തോട് സ്കൂട്ടർ ഓടിച്ച് നേരെ പള്ളിയിലോട്ട് വിട്ടു. ഇതുവരെ ജെറ്റ് ലാഗ് മാറാത്തതുകൊണ്ടാണ് മുഖത്താ ക്ഷീണം. രാവിലെ കിടന്നത് 7 മണിക്ക്, എണീറ്റത് 8:30. ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. സോ പെട്ടെന്ന് തന്നെ റെഡിയായി അവളുടെ അടുത്തോട്ട് പോയി. എന്താണെന്നറിയത്തില്ല, ഇനി ഞാൻ പെട്ടെന്ന് പോകുന്നത് പേടിച്ചിട്ടാവും അവരെന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. സോ എൻ്റെ റൂമിലായിരുന്നു ഇന്നലെ അവരുണ്ടായിരുന്നത്. പിന്നെ വീണ്ടും കുറച്ച് സർപ്രൈസസ്, കസിനെയും ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സിനെയും എല്ലാവരെയും കണ്ട്. ഓൾമോസ്റ്റ് 2 ഇയറിന് ശേഷമാണ് ഞാൻ കുടുംബയോഗത്തിൽ പങ്കെടുക്കുന്നത്. ലാസ്റ്റ് ലീവിന് വന്നപ്പോഴും എനിക്ക് എന്തൊക്കെയോ സാഹചര്യങ്ങൾ കാരണം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ പള്ളിയിലെ പെരുന്നാളിനോടനുബന്ധിച്ച് ഇന്ന് കഴിഞ്ഞുവെച്ചൊരുപ്പായിരുന്നു വീട്ടിൽ. ഈ നിൽക്കുന്ന രണ്ടെണ്ണം 1997 ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് എൻ്റെ കൂടെയുള്ളതാണ്. സൺഡേ ആയതുകൊണ്ട് നേരെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു വീട്ടിൽ വന്നു. നാട്ടിൽ വന്നിട്ടുള്ള ഒരാഴ്ച ഇനി അടുത്ത ആഴ്ച വീണ്ടും അടുത്ത ഹോട്ടലിൽ പോയി കാണാം. അതൊരു ബൈ.